ഇതാ നമ്മൾ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനകത്ത് ചില ടെൻസ് ചേഞ്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെൻസ് ചേഞ്ചുകൾ ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിന് നമ്മൾ ആദ്യം എഴുതിയ സെന്റൻസ് അതായിരുന്നു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് വെർബിന്റെ പ്രസന്റ് ഫോമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മേക്ക്, മേക്സ്, ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ വെർബിന്റെ പ്രസന്റ് ടെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഒന്നാമത്തെ റൂളാണ്, റൂൾ നമ്പർ 1. നമ്മൾ വെർബിന്റെ മുമ്പിൽ ഈസെന്നോ ആമെന്നോ ആറെന്നോ ചേർക്കണം. ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണം. അത് ഏതാണ് ചേർക്കണം എന്നുള്ളത് തൊട്ട് മുമ്പിലുള്ള അവിടുത്തെ നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ്, എന്താണ് അതിന് മുമ്പിൽ കിടക്കുന്ന വാക്കെന്ന് നോക്കിയാണ്. സിംഗുലർ ആണെങ്കിൽ ഈസ് ആമൊക്കെ എഴുതും നമ്മൾ, അല്ലേ? ഐ ആണെങ്കിൽ ആം എഴുതും, സിംഗുലർ ആണെങ്കിൽ ഈസ് എന്ന് എഴുതും, പ്ലൂറൽ ആണെങ്കിൽ ആറെന്ന് എഴുതും. അപ്പോൾ ഒരു വെർബിൽ സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഒരു ആക്റ്റീവ് വോയിസിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് എന്താണ് സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്നത്, വെർബിന്റെ പ്രസന്റ് ടെൻസ് മാത്രമുള്ളെങ്കിൽ അതിന്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്, ആം, ആറ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 മൂന്നാമത്തെ ഫോം മാത്രമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കാവൂ. അതിൽ യാതൊരു മാറ്റവുമില്ല. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ ടെൻസ് ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ പ്രസന്റ് കണ്ടിന്യൂസ് വരാം. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോഴേക്കും ആ പ്രെഡിക്കേറ്റിന്റെ ഭാഗത്ത് ഈസ്, ആം, ആറൊക്കെ ഉണ്ടാവും. ഈസ്, ആം, ആറ്. പിന്നെ വേറെ ഏത് വെർബിന്റെ ING ഫോം ഉണ്ട്. ഇപ്പൊ ഷീ ഈസ് സിംഗിങ് എ സോങ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഇതാണ്. ഇതാ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബും കൂടി കൂടിയതാണ് പ്രെഡിക്കേറ്റ്, എ സോങ്. അപ്പോൾ ഇവിടെ വെർബിന്റെ സ്ഥാനത്ത്, അതായത് ആക്റ്റീവ് വോയിസിൽ ഈസെന്നോ ആമെന്നോ ആറെന്നോ തന്നിട്ടുണ്ട്. പിന്നെ വെർബിന്റെ ING ഫോം ഉണ്ടെങ്കിൽ അതിനെ പാസീവിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആക്റ്റീവ് വോയിസിൽ ഈസെന്നോ ആമെന്നോ ആറെന്നോ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പാസീവിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈസ് ബീയിങ് എന്നോ ആം ബീയിങ് എന്നോ ആർ ബീയിങ് എന്നോ ആക്കി കൊടുക്കണം. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ റൂളാണ് വെർബിൽ, അതായത് നമ്മുടെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് ഈസ്, ആം, ആറ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ആക്റ്റീവ് വോയിസ് എങ്കിൽ പാസീവിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈസ്, ആം, ആറിനെ ഈസ് ബീയിങ്, ആം ബീയിങ്, ആർ ബീയിങ് എന്ന് എഴുതി കൊടുക്കണം. നമ്മൾ മാറ്റി കൊടുക്കണം, കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് മൂന്നാമത്തെ ടെൻസ് ചേഞ്ച് ആണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രെഡിക്കേറ്റിന്റെ പാർട്ടിൽ ഹാസോ ഹാവോ ഉണ്ടാവും, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാവും. അപ്പൊ ഹാസോ ഹാവോ തന്നിട്ടുണ്ടെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ ഹാസോ ഹാവോ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാസീവിലോട്ട് കൊണ്ടുവരുമ്പോൾ ഹാസ് ബീന്നോ ഹാവ് ബീനെന്നോ ആക്കി കൊടുക്കണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അതാണ് മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. നാലാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, സ്റ്റങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട്. സിമ്പിൾ പാസ്റ്റ് ആണ്, അതായത് വെർബിന്റെ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത്, ആക്റ്റീവ് വോയിസിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെ? പാസ്റ്റ് ഫോം ഓഫ് ദ റൈറ്റ്, റോട്ട്, റിട്ടൺ, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് തന്നിരിക്കുന്നത്. വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വേണം? അതിന് മുമ്പിൽ വാസെന്നോ വേറെന്നോ ചേർത്ത് കൊടുക്കണം. എന്താണ്? വാസെന്നോ വേറെന്നോ ചേർത്ത് കൊടുക്കണം. അത് നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ്. വാസ്, വേർ പ്ലസ് റിട്ടൺ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് വാസാണോ വേറാണോ എന്നുള്ളത് നമ്മൾ ഫ്രണ്ടിലുള്ള വാക്ക് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ നാലാമത്തെ റൂളാണ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ് മാത്രമേ പ്രെഡിക്കേറ്റിന്റെ ഭാഗത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ മുമ്പിൽ പാസീവിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് മുമ്പിൽ വാസെന്നോ വേറെന്നോ വെച്ച് കൊടുക്കണം. അടുത്തത് അഞ്ചാമത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് അറിയുമ്പോൾ പ്രെഡിക്കേറ്റിന്റെ ഭാഗത്ത് എന്തായിരിക്കും വന്നിരിക്കുന്നത്? വാസും വേറും ഉണ്ടാവും, വെർബിന്റെ ING ഫോമും ഉണ്ടാവും. അപ്പോൾ ആക്റ്റീവില് പ്രെഡിക്കേറ്റ് പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, അതായത് വാസും വേറും വെച്ചിട്ടുള്ള പ്രെഡിക്കേറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പാസീവിലോട്ട് കൊണ്ടുപോകുമ്പോൾ വാസും വേറിനെ നമ്മൾ എന്താക്കും? വാസ് ബീയിങ് വേർ ബീയിങ് ആക്കി കൊടുക്കണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. വാസ് ബീയിങ് വേർ ബീയിങ് ആക്കണം. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാം. അഞ്ചാമത്തെ റൂളാണ്. ആറാമത്തെ റൂളാണ്.
അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ അതിനകത്തുള്ളത് ഹാഡ് ഉണ്ടായിരിക്കും. പ്രെഡിക്കേറ്റിന്റെ ഭാഗത്ത് ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടായിരിക്കും. അപ്പോൾ ഹാഡാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ പാസീവ് വോയിസിലോട്ട് കൊണ്ടുവരുമ്പോൾ ഹാഡ് ബീൻ എന്നാക്കി കൊടുക്കണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും. അപ്പോൾ നമ്മൾക്ക് 6 റോള് കഴിഞ്ഞു. ഇനി 7ാമത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് വില്ലും ഷാലും ഉണ്ടാവും. വില്ല് ഷാല് അതെല്ലാം പാസീവ് വോയിസിലോട്ട് കൊണ്ടുവരുമ്പോൾ വിൽ ബി ഷാൽ ബി എന്നാവും. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളെ പാസീവ് വോയിസിൽ ഉപയോഗിക്കും. അപ്പോൾ വില്ല് ഷാലും ഉണ്ടാവും, വിൽ ബി ഓർ ഷാൽ ബി. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ഹാവ്, ഷാൽ ഹാവ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ അതിനകത്ത് വിൽ ഹാവ്, ഷാൽ ഹാവ് എന്നൊക്കെ ഉണ്ട്. 8ാമത്തെ ടെൻസ് ചേഞ്ച് ആണ്. അപ്പൊ അതിനെ വിൽ ഹാവ് ബീൻ, ഷാൽ ഹാവ് ബീൻ എന്നാക്കണം. വിൽ ഹാവ് ബീൻ ഓർ ഷാൽ ഹാവ് ബീൻ എന്നാക്കണം. അപ്പൊ നമ്മൾ 8 ടെൻസ് ചേഞ്ചസ് ആണ് ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത്. എന്തൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വെർബിന്റെ ഫോം ഉണ്ടായിരിക്കും. എന്ത്? പ്രസന്റ് ഫോം ഉണ്ടാക്കും. അതിന് മുമ്പിൽ ഈ സാമാർ ചേർത്ത് കൊടുക്കണം, അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ മുമ്പിൽ എന്ത് വെക്കണം? അതിന് മുമ്പിൽ എന്താണ് വെക്കേണ്ടത്? അതാ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ്? ഈസാമാർ ഉണ്ടായിരിക്കും. അതിനെ ഈസ് ബീയിങ്, ആം ബീയിങ്, ആർ ബീയിങ് ആക്കണം. 3ാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് ഹാസോ ഹാവ് തന്നു കഴിഞ്ഞാൽ ഹാസ് ബീന്നോ ഹാവ് ബീന്നോ ആക്കി കൊടുക്കണം. ഇനി 4ാമത്തത് സിമ്പിൾ പാസ്റ്റ് റോട്ട് അല്ലെങ്കിൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ് തന്നിരിക്കണമെങ്കിൽ അതിന് മുമ്പിൽ വാസ് വേർ ചേർത്ത് കൊടുക്കണം. വെർബിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, അതായത് വാസും വേറും സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ വാസ് ബീയിങ്ങോ വേർ ബീയിങ്ങോ ആക്കി കൊടുക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് റിട്ടൺ, ഹാഡ് ഉണ്ടെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കണം. സിമ്പിൾ ഫ്യൂച്ചർ വില്ല് ഷാലു ഉണ്ടെങ്കിൽ വിൽ ബി ഷാൽ ബി എന്നാവും. ഫ്യൂച്ചർ പെർഫെക്റ്റ് അതായത് വിൽ ഹാവ് ഷാൽ ഹാവ് ഒക്കെ ഉണ്ടെങ്കിൽ വിൽ ഹാവ് ബീൻ ഷാൽ ഹാവ് ബീൻ എന്നാവും. അപ്പൊ നമ്മളിപ്പോ എത്ര ടെൻസുകൾ നോക്കി? 1, 2, 3, 4, 5, 6, 7, 8. 8 ടെൻസ് ചേഞ്ചുകളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 8 ടെൻസ് ചേഞ്ചുകൾ നിങ്ങൾ പഠിക്കണം. അത് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇനി ബാക്കിയുള്ള സെന്റൻസുകൾ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഓരോ സെന്റൻസുകളും ഒന്ന് ചെയ്തു നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് സെന്റൻസുകളാണ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ആതിര ഈസ് സിംഗിങ് എ ന്യൂ സോങ്. നമ്മൾ നേരത്തെ സിമ്പിൾ പ്രസന്റ് ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ ആ സിമ്പിൾ പ്രസന്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. സിമ്പിൾ പ്രസന്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ. ആതിര ഈസ് സിംഗിങ് എ ന്യൂ സോങ്. അപ്പോൾ നമ്മൾ എഴുതും ആതിര എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഈ സിംഗിങ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്, എ ന്യൂ സോങ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ. അപ്പോൾ ആതിര എന്നുള്ളിടത്ത് സബ്ജക്റ്റ്, ഇത് പ്രെഡിക്കേറ്റ്, അതായത് ഹെൽപ്പിംഗ് വെർബും കൂടി കൂടിയതാണ് പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ ന്യൂ സോങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഒബ്ജക്റ്റിനെ കൊണ്ടിരിക്കുക, എ ന്യൂ സോങ്. ഇനി നമ്മൾ പ്രെഡിക്കേറ്റിനെയാണ് രണ്ടാമത് കൊണ്ടുവരേണ്ടത്. പ്രെഡിക്കേറ്റിനെ കൊണ്ടുവരിക. പ്രെഡിക്കേറ്റിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനകത്ത് ഈസ്, ആം, ആറൊക്കെ ഉണ്ടാവും. അതിനെ പാസീവ് വോയിസിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈസ്, ആം, ആറിനെ എല്ലാം ഈസ് ബീയിങ് നോ, ആം ബീയിങ് നോ, ആർ ബീയിങ് നോ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്താ? എ ന്യൂ സോങ് എന്ന് പറയുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ. എ ന്യൂ സോങ് ഈസ് ബീയിങ്, ഈസ് ബീയിങ്. ഇനി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സിങ്, സാങ്, സങ്, സങ്. അപ്പൊ ഇത് കൊണ്ടുവന്നു. ഇനി എന്തുണ്ട് ഇവിടെ? ആതിര, ബൈ ആതിര. വേറെ മാറ്റമൊന്നുമില്ല. ബൈ ആതിര. ഒരു പുതിയ പാട്ട് ആതിരയാൽ പാടപ്പെട്ടു. ഇനി അടുത്തത് ഐ ആം ലേണിംഗ് ഫ്രഞ്ച്. ഇതും വീണ്ടും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അല്ലേ? സബ്ജക്റ്റ് ഐ ആണ്, പ്രെഡിക്കേറ്റ് ആം ലേണിംഗ് എന്നുള്ളതാണ്, ഒബ്ജക്റ്റ് എന്താണ്? ഫ്രഞ്ച് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് പ്രെഡിക്കേറ്റ്, ഇതാണ് ഒബ്ജക്റ്റ്. ഏറ്റവും ആദ്യം എന്തിനെ കൊണ്ട് തന്നെ? ഒബ്ജക്റ്റിനെ കൊണ്ട് തന്നെ. അപ്പം എന്ത് പറ്റും? ഫ്രഞ്ച്. ഈസ്, ആം, ആറൊക്കെ പ്രെഡിക്കേറ്റിൽ ഉണ്ടെങ്കിൽ ഈസ് ബീയിങ്, ആം ബീയിങ്, ആർ ബീയിങ് ആക്കി കൊടുക്കുക. അപ്പോൾ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ആം ബീയിങ് എന്ന് പറയില്ല, ഫ്രഞ്ച് ഈസ് ബീയിങ് എന്ന് പറയുള്ളൂ, അല്ല? സിംഗുലർ ആണ്. ഫ്രഞ്ച് ഈസ് ബീയിങ്. വെർബിന്റെ 3ാമത്തെ ഫോം ഞാൻ പറഞ്ഞു, ലേൺ, ലേൺഡ്, ലേൺഡ്. ഫ്രഞ്ച് ഈസ് ബീയിങ് ലേൺഡ്. ഇതിനെ കണ്ടുകൊണ്ട് വരുമ്പോൾ ബൈ ചേർത്ത് ഏജന്റ് എഴുതുമ്പോൾ ബൈ ഐ എന്നുള്ളത് ബൈ മീ എന്നാകും. ഫ്രഞ്ച് ഈസ് ബീയിങ് ലേൺഡ് ബൈ മീ. അടുത്ത സെന്റൻസ്, അവർ നൈബേഴ്സ് ഹാവ് ഇൻവൈറ്റഡ് us ഫോർ ദ ഡിന്നർ. ഇതെന്താണ്?
പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അവർ നൈബേഴ്സ് സബ്ജക്റ്റ്, ഹാവ് ഇൻവൈറ്റഡ് പ്രെഡിക്കേറ്റ്, അസ് ഞങ്ങളെ ക്ഷണിച്ചു, അല്ലാണ്ട് ഡിന്നറിനെയല്ലല്ലോ ക്ഷണിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വാട്ട് ഹും ആരെ ക്ഷണിച്ചു? ദേ ഇൻവൈറ്റഡ് ഹും അസ് ഞങ്ങളെയാണ്. അപ്പൊ അവിടെയാണ് അസ്സാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ ദ ഡിന്നർ എന്ന് പറയുന്നത് അതിന്റെ കൂടെയുള്ള ഒരു വാക്ക് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതും ഇവിടെ? ഏറ്റവും ആദ്യം ഒബ്ജക്റ്റിനെ കൊണ്ട് തന്നെ, ഒബ്ജക്റ്റ് എന്താണ്? അസ്സാണ്. അസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വി. അടുത്തത് എന്താണ്? ഹാവ് ഇൻവൈറ്റഡ്. ഹാവ് ഉണ്ട്, പ്രെഡിക്കേറ്റിൽ ഹാവും ഹാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകണം? പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹാസ് ബീന്നോ ഹാവ് ബീന്നോ ആക്കി കൊടുക്കണം. അപ്പൊ വി ഹാവ് ബീൻ എന്ന് പറയോ ഹാസ് ബീൻ എന്ന് പറയോ? വി ഹാവ് ബീൻ പ്ലൂറൽ ആണ്. അപ്പൊ വി ഹാവ് ബീൻ. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. അപ്പൊ മൂന്നാമത്തെ ഫോം വി ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ഇനി ഇതിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഫോർ ദ ഡിന്നർ. വി ഹാവ് ബീൻ ഇൻവൈറ്റഡ് ഫോർ ദ ഡിന്നർ ബൈ അവർ നൈബേഴ്സ്. ബൈ അവർ നൈബേഴ്സ്. അപ്പൊ നമ്മൾ എല്ലാത്തിൻ്റെ ആൻസറുകൾ കിട്ടി. അടുത്തതും കൂടി നോക്കാം നമ്മൾക്ക്. ദേ ഗേവ് ഹെർ എ നൈസ് പ്രസന്റ്. ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. എന്താണ് ദേ ഗേവ് ഹെർ എ നൈസ് പ്രസന്റ്? ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഗേവ് ആണ്. ദേ ഗേവ്, അവർ നൽകി. വാട്ട് ഡിഡ് ദേ ഗീവ്? എന്താണ് നൽകിയത്? എ നൈസ് പ്രസന്റ്. ഈ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? എ നൈസ് പ്രസന്റ്. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇത് സബ്ജക്റ്റ്, ഇത് പ്രെഡിക്കേറ്റ്, ഇതാണ് ഒബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഇതെന്താണ് ഈ ഹെയർ എന്ന് പറയുന്നത്? ടു ഹും, ആർക്ക് കൊടുത്തു? ടു ഹെയർ, അവക്ക് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ചോദ്യങ്ങൾ, ടു ഹും, വാട്ട് ആൻഡ് ഹും എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ വാട്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഇത്. വാട്ട് ഡിഡ് ദേ ഗീവ്? ദേ ഗേവ് എ നൈസ് പ്രസന്റ്. ടു ഹും ദേ ഗീവ്, അവരാണ് അവർ കൊടുത്തത്. ആർക്കാണ് കൊടുത്തത്? അപ്പോ ഹെയർ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഡയറക്റ്റുമായിട്ട് ബന്ധപ്പെട്ട. ഇത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ രണ്ട് ചോദ്യത്തിനും ഇവിടെ ഉത്തരം കിട്ടുന്നുണ്ട്. ക്രിയക്ക് വിധേയമായ വസ്തു, ക്രിയ ഏറ്റ വസ്തു, രണ്ടെണ്ണം. അപ്പൊ രണ്ട് ഒബ്ജക്ഷൻ വരുന്ന കേസുകൾ, രണ്ട് ഒബ്ജക്റ്റുകൾ വരുന്ന കേസുകളും ഉണ്ടാകാം. അപ്പൊ ഇവിടെ ഹെയർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, നൈസ് പ്രസന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് സബ്ജക്റ്റ് അല്ലേ? ഇത് പ്രെഡിക്കേറ്റ് അല്ലേ? ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഇതും ഒരു ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. രണ്ട് ഒബ്ജക്റ്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമല്ലോ, എന്നാലേ നമുക്ക് പാസീവിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഹെയർ ഇങ്ങോട്ട് വരുമ്പോൾ ഷീ ആവും അല്ലേ? ഷീ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ റൂള് നോക്കിയിരുന്നു. വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിന് മുമ്പിൽ എന്തൊക്കെ വെച്ച് കൊടുക്കണം? വാസും വേർ. വെർബിന്റെ പാസ്റ്റ് ടെൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ പാസീവിലോട്ട് കൊണ്ടുവരുമ്പോൾ വാസോ വേറോ വെച്ച് കൊടുക്കണം. അപ്പോൾ ഷീ വാസ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗീവ്, ഗേവ്, ഗിവൺ. ഷീ വാസ് ഗിവൺ. ഇനി ഇതിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ബാക്കിയുള്ള വാക്ക് എഴുതുക. എ നൈസ് പ്രസന്റ് ബൈ ദം. ദേ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ ദം എന്നായി അല്ലേ? അപ്പൊ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ സെന്റൻസ് ചെയ്തത്. ഇംപേഴ്സണൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. സോറി, പേഴ്സണൽ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇംപേഴ്സണൽ ഒബ്ജക്റ്റിനെ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. അതായത് ഇതാദ്യം കൊണ്ടുവരാം. എ നൈസ് പ്രസന്റ്
എ നൈസ് പ്രസന്റ്. അത് പ്രെഡിക്കേറ്റ് കൊണ്ടുവരിക. പ്രെഡിക്കേറ്റ് കൊണ്ടുവരുമ്പോൾ എന്ത് വേണം? വാസ് അല്ലെങ്കിൽ വേറെ എടുത്തോളാം. നൈസ് പ്രസന്റ് വാസ് ഗിവൺ. ഓക്കെ, അവിടെ വരെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്താ കൊണ്ടുവരാനുള്ളത്? ഇവിടെ ഇത് കൊണ്ടുവന്നു, പ്രെഡിക്കേറ്റ് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇവിടെ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ ഒരു വാക്കുണ്ട്, ആ വാക്ക് ഇങ്ങോട്ട് എടുത്തിടണം. പക്ഷേ ഇവിടെ കിടക്കുന്ന വാക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉള്ള കേസുകളിൽ ഇവിടെ ഇനി ലെഫ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ളത് എഴുതാനുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ടു ചേർത്ത് എഴുതണം. അപ്പോൾ എ നൈസ് പ്രസന്റ് വാസ് ഗിവൺ ടു ഹെർ ബൈ ദം. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. എന്താണ്? നമ്മൾ എപ്പോഴും രണ്ട് ഒബ്ജക്റ്റുകളുള്ള കേസിൽ നമ്മൾ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം അതിൻ്റെ പ്രെഡിക്കേറ്റിനെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ബാലൻസ് കിടക്കുന്ന ഈ ഒബ്ജക്റ്റിനെ, രണ്ടാമത്തെ ഒബ്ജക്റ്റിന് നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ, പേഴ്സണൽ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലോട്ട് എഴുതുമ്പോൾ അതിൻ്റെ മുമ്പിൽ ടു ചേർത്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ എ നൈസ് പ്രസന്റ് വാസ് ഗിവൺ ടു ഹെർ, പിന്നെ ബൈ ദം എന്നുള്ളത് ബൈ ദം എന്നാവും. അപ്പോൾ അത് എല്ലാവരും ഓർത്ത് വെക്കേണ്ട. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനിരിക്കുന്നതാണ്. ദ സ്റ്റോം ഡിസ്ട്രോയിഡ് ദ ഹൗസ്. സബ്ജക്റ്റ് ദ സ്റ്റോം, ഡിസ്ട്രോയിഡ് ദ ഹൗസ് അല്ലേ? ഇവിടുത്തെ ആൻസർ എന്താണ്? ദ ഹൗസ്. രണ്ടാമത് പ്രെഡിക്കേറ്റ് നോക്കുക, വെർബിന്റെ പാസ്റ്റ് ടെൻസ് മാത്രമേ ഉള്ളൂ. വാസോ വേറെ ചേർത്ത് കൊടുക്കുക. ദ ഹൗസ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ സ്റ്റോം. ഷീ സെൻഡ് മീ എ ലെറ്റർ. അടുത്ത സെന്റൻസ്, ഷീ സെൻഡ് മീ എ ലെറ്റർ. ഇവിടെ സബ്ജക്റ്റ്, ഇത് പ്രെഡിക്കേറ്റ്, ഇത് ഒബ്ജക്റ്റ്, ഇതും ഒബ്ജക്റ്റ്. ഷീ സെൻഡ്. വാട്ട് ഡിഡ് ഷീ സെൻഡ്? ഷീ സെൻഡ് എ ലെറ്റർ. ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ടു ഹും? ടു മീ. ഇതും ഒബ്ജക്റ്റ് ആണ്, ഇതും ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു രണ്ട് തരത്തിൽ ചെയ്യാം. അപ്പോൾ ഇതിന്റെ രണ്ട് ഉത്തരങ്ങൾ എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഇതിനെ കൊണ്ടുവരാം. ഏതിനെ? ഈ പേഴ്സണൽ ഒബ്ജക്റ്റ് വെച്ച് ചെയ്യാം. അപ്പം മീ ഇങ്ങോട്ട് കൊണ്ടുവരും ഏറ്റവും ആദ്യം. അപ്പോൾ ഐ, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വാസ് സെൻഡ്, സെൻഡ്, സെൻഡ്. ഐ വാസ് സെൻഡ് എ ലെറ്റർ ബൈ ഹെർ. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം. ഏതിന്? എ ലെറ്റർ വാസ് സെൻഡ്. ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ടു ചേർത്ത് എഴുതണം. ടു മീ ബൈ ഹെർ. അപ്പൊ ഇത്രയും ആൻസറുകളൊക്കെ കിട്ടിയില്ല. നമ്മൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ആക്റ്റീവ് വോയിസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അടുത്ത നോക്കാം. യുവർ ഇംപൊളൈറ്റ് ടോൺ സർപ്രൈസസ് മീ. ഇതാ ഇവിടെ സബ്ജക്റ്റ്, ഇവിടെ പ്രെഡിക്കേറ്റ്. യുവർ ഇംപൊളൈറ്റ് ടോൺ, ഇതാണ് സബ്ജക്റ്റ്. സർപ്രൈസസ് പ്രെഡിക്കേറ്റ്, ഇത് ഒബ്ജക്റ്റ്. യുവർ ഇംപൊളൈറ്റ് ടോൺ, നിന്റെ ബഹുമാനമില്ലാത്ത ശൈലി അല്ലെങ്കിൽ സംസാര രീതി, ആ ധ്വനി എന്നെ അത്ഭുതപ്പെടുത്തുന്നു, എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അപ്പൊ നമ്മളിവിടെ എഴുതുന്നത് ഒബ്ജക്റ്റ് ഏറ്റവും ആദ്യം ഇതാണ്. ഈ ഒബ്ജക്റ്റിന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഒബ്ജക്റ്റ് എന്താണ്? മീ. അപ്പൊ ഐ. മീ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? ഐ ആയി അല്ലേ? അടുത്തത് എന്താണ് വേണ്ടത്? സർപ്രൈസസ്. വെർബിന്റെ എസ് ഫോം ആണ്, വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. അതിനെ പാസീവിലോട്ട് കൊണ്ടുവരുമ്പോൾ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? ഈസ്, ആം, ആർ. അപ്പോൾ ഐ ആണ് ഇവിടെ കിടക്കുക. അപ്പൊ എന്ത് വെക്കണം? ഐ ഈസ് എന്ന് പറയുക. ഐ ആർ എന്ന് പറയില്ല, ഐ ആം. അപ്പോൾ ഐ ആം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സർപ്രൈസ്ഡ്. ഐ ആം സർപ്രൈസ്ഡ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ യുവർ ഇംപൊളൈറ്റ് ടോണിനെ ഇങ്ങോട്ട് ഏജന്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുന്നത് ഐ ആം സർപ്രൈസ്ഡ് ബൈ യുവർ ഇംപൊളൈറ്റ് ടോൺ എന്നാണ് നമ്മൾ എഴുതി വന്നിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സർപ്രൈസ്ഡ് ആറ്റ് യുവർ ഇംപൊളൈറ്റ് ടോൺ എന്നാണ്. ഐ ആം സർപ്രൈസ്ഡ് ആറ്റ് യുവർ ഇംപൊളൈറ്റ് ടോൺ എന്നാണ്. അതായത് നമ്മളിവിടെ ഏജന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്ക് എപ്പോഴും നമ്മൾ ബൈ മാത്രമല്ല ഉപയോഗിക്കുന്നത്. പല ഏജന്റുകൾ, പല പ്രിപ്പോസിഷനുകൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്, ഇൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ,
ബൈ ഉപയോഗിക്കാറുണ്ട്, അറ്റ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് പ്രിപ്പോസിഷനുകൾ ഏജൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ നോക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ വരാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഇവിടെ എഴുതിയത്. അടുത്ത ദേ വേർ ഇൻ്റർവ്യൂയിങ് ഹെർ ഫോർ ദ ജോബ്. ദേ ആണ് സബ്ജക്റ്റ്, വേർ ഇൻ്റർവ്യൂവിങ് ഹെർ. 3 സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. ഏതാണ് സബ്ജക്റ്റ്? ദേ. പ്രെഡിക്കേറ്റ് ഏതാണ്? വേർ ഇൻ്റർവ്യൂയിങ്. ആരെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത്? ഹെർ, അവളെ. എന്തിനു വേണ്ടി? ഫോർ ദ ജോബ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഹെയറിനെ അങ്ങോട്ട് വരും. അപ്പോൾ ഷീ, വാസും വേറും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാസ് ബീയിങ്ങോ വേർ ബീയിങ് ആയിക്കോട്ടെ. ഷീ വാസ് ബീയിങ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഇന്റർവ്യൂ, ഇന്റർവ്യൂഡ്, ഇന്റർവ്യൂഡ്. ഷീ വാസ് ബീയിങ് ഇന്റർവ്യൂഡ് ഫോർ ദ ജോബ് ബൈ them. She had completed her studies. She ആണ് സബ്ജക്റ്റ്, ഹാഡ് കംപ്ലീറ്റഡ് ആണ് പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് ഹെയർ സ്റ്റഡീസ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം എന്തുകൊണ്ട് തന്നെ ഹെയർ സ്റ്റഡീസ്, അവളുടെ പഠനം. ഹെയർ സ്റ്റഡീസ്. ഹാഡ് എന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണം? ഹാഡ് എന്നിട്ടുണ്ടെങ്കിൽ ഹാഡ് ബീൻ ആക്കണം. ഹെയർ സ്റ്റഡീസ് ഹാഡ് ബീൻ കംപ്ലീറ്റഡ്. അവളുടെ പഠനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ബൈ ഹെയർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ബൈ ഹെയർ എന്ന് നമ്മൾ എഴുതോ? ഏജൻസിയുടെ ആവശ്യമുള്ളിടത്ത് മാത്രമേ, അല്ലാണ്ട് തന്നെ അർത്ഥം ഇവിടെ കംപ്ലീറ്റ് ആണ്. ഹെയർ സ്റ്റഡീസ്, അവളുടെ പഠനം വേറൊരാൾ വന്ന് ചെയ്യില്ലല്ലോ, അവളാൽ നടത്തപ്പെട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഏജൻസി ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കില്ല. ഉദാഹരണത്തിന് പോലീസ് അറസ്റ്റഡ് ദ തീഫ്. അപ്പൊ നമ്മൾ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. ഏറ്റവും ആദ്യം ദ തീഫ് എന്ന് കൊണ്ടുവരും. ദ തീഫ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് വേണോ? ജഡ്ജി നേരിട്ട് ഒന്ന് അറസ്റ്റ് ചെയ്യില്ലല്ലോ, കള്ളനെ അറസ്റ്റ് ചെയ്തു, ജഡ്ജി എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അല്ലെങ്കിൽ വേറെ ആൾ, അവിടെ പോലീസ് എന്ന് അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ അതോറിറ്റി ആണെന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ ഏജന്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഏജന്റ് ഇല്ലാതെ തന്നെ ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഏജന്റിനെ നമ്മൾ ഉപയോഗിക്കില്ല. ഇപ്പൊ പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയുന്ന സെന്റൻസ്, ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ബൈ ദ പീപ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങളല്ലാണ്ട് വന്ന് സിംഹം വന്ന് ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഏജൻസി ആവശ്യമുള്ളിടത്ത് മാത്രമേ ബൈ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ ഏജന്റിനെ എഴുതാവൂ. അല്ലാതെ തന്നെ ഐഡിയ കൺവേഡ് ആണെങ്കിൽ നമുക്ക് അവിടെ ഏജന്റിന്റെ ആവശ്യമില്ല. I will present my ideas at the conference tonight. I will present my ideas. ഇത് 3 സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. I will present my ideas at the conference tonight. അപ്പോൾ my ideas will എന്താകും? വില്ലും ഷാലും ഒക്കെ ആണെങ്കിൽ will be, shall be. My ideas will be presented at the conference tonight. By me എന്ന് വേണോ? No. My ideas will be presented at the conference tonight. ഇന്ന് രാത്രി എൻ്റെ ആശയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഞാനാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. She would have told you. സബ്ജക്റ്റ് she would have told. പ്രസന്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. യു ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ യു തന്നെ. യു വുഡ് ഹാവ് ഒക്കെ എന്താണ്? വിൽ ഹാവ്, ഷാൽ ഹാവ് ഒക്കെ ആണെങ്കിൽ വുഡ് ഹാവ് ബീൻ. യു വുഡ് ഹാവ് ബീൻ. ടെൽ, ടോൾഡ്, ടോൾഡ് മൂന്നാമത്തെ ഫോം. യു വുഡ് ഹാവ് ബീൻ ടോൾഡ് ബൈ ഹെർ. അവൾ നിന്നോട് പറയണമായിരുന്നു, പറയപ്പെടണമായിരുന്നു. അങ്ങനെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സെന്റൻസുകൾ ചെയ്തതാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടത്. എങ്ങനെയാണ് ഒരു ആക്റ്റീവ് സെന്റൻസിൽ നിന്ന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് വാട്ട് ഈസ് എ ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻസ് ചേഞ്ചുകൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ
ആ 8 ടെൻസ് ചേഞ്ചുകൾ പഠിച്ചു. പിന്നെ മോഡൽസിന്റെ ടെൻസുകൾ അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ചേഞ്ചുകൾ വരുത്തണമെന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് എ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാനൊരു സെന്റൻസ് എടുക്കുകയാണ്. The boy kicked. The boy kicked എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്. ബട്ട് ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ആ പയ്യൻ കിക്ക് ചെയ്തു, അടിച്ചു. എന്തടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? The meaning is incomplete. There is an action, but if you write like this, the boy kicked the ball, അവൻ ആ പന്ത് തട്ടി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ, when the action is directly passed on to an object, it is passed on to an object, ഒരു ഒബ്ജക്റ്റ് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സെന്റൻസിന് പൂർണ്ണമായ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു അർത്ഥമാണ്. അല്ലാതെ ഒരു സബ്ജക്ട് പ്രെഡിക്കേറ്റ് മാത്രമാണെങ്കിൽ, വിത്ത് ആക്ഷൻ മാത്രമാണെങ്കിൽ, ഈ വെർബ് മാത്രമാണെങ്കിൽ, doesn't make any meaningful sense or meaningful sentence. അപ്പോ transitive sentences are, they will have a subject, they will have a predicate, they will have an object also. If a transitive sentence is asked to convert into passive voice, it is very easy. നമുക്ക് അതിനെ വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം അവിടെ സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, ഒബ്ജക്റ്റും ഉണ്ട്. ഓൺലി വിത്ത് ദ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സെന്റൻസിന് അർത്ഥം വരുന്നു. When you ask what he kicked, what he cooked, അല്ലെങ്കിൽ ആ ആക്ഷൻ whom, what എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ കിട്ടുന്ന ഒരു വേർഡ് അവിടെ ഉണ്ടെങ്കിൽ that sentence is called transitive sentence. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് ട്രാൻസിറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ. സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് പൂർണ്ണമായിട്ടും അവിടെ സെൻസിബിൾ ആയിട്ടുള്ള മീനിങ് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു പാസീവ്. നമുക്ക് പാസീവ് ആയിട്ട് മാറ്റാം. ഇവിടെ വേറൊരു സെന്റൻസ് എഴുതിയിരിക്കുകയാണ്. ഷീ സ്ലെപ്റ്റ്. അവൾ ഉറങ്ങി. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഇവിടെ എന്തെങ്കിലും പൂർണ്ണമായിട്ട് ഇല്ലാതെ ഉണ്ടോ? അവൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു അർത്ഥം കിട്ടിയില്ല. അവൾ ഉറങ്ങി. That action is complete. It makes sense. That action itself makes, that verb itself makes complete meaning. We don't have to add anything in addition to this. ഇതിന്റെ കൂടെ നമുക്ക് വേറൊന്നും ചേർക്കാണ്ട് തന്നെ ഈ ആക്ഷൻ അല്ലെങ്കിൽ വെർബ് അവിടെ it makes a meaningful sentence. അപ്പോ when an action or when a verb makes a meaningful sentence, for the questions what or who or whom, without any object ഇല്ലാതെ തന്നെ ഇത് ആൻസർ പൂർണ്ണമാണെങ്കിൽ നമ്മൾ അതിനെ ഇൻട്രാൻസിറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻട്രാൻസിറ്റീവ് സെന്റൻസിൽ സബ്ജക്ട്, വെർബ്, സബ്ജക്ട് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടാവും. ഇത് കണ്ട, ഷീ ലാവ്സ്, ഇറ്റ് മേക്സ് സെൻസ്. അത് കഴിഞ്ഞ സബ്ജക്ട് ഉണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്, ഒരു വെർബ് ഉണ്ട്. അത് കൂടാതെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസോ, ആറ്റ് ദ ജോബ്, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസോ, ഒബ്ജക്റ്റ് അല്ല, അതിന് പകരം ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ആഡ് വെർബ്. ഇവിടെ നോക്കൂ, ദേ ലാഫ്ഡ് ഇമിഡിയറ്റ്ലി. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, ആൻഡ് ഒരു ആഡ് വെർബും ഉണ്ട്. അപ്പൊ ഒരു ആഡ് വെർബ് പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് in transitive verb? It includes the subject, predicate, object. For the questions what and whom, we have a word there. Then only it makes a meaningful sentence. Whereas in intransitive sentence we have a subject and verb, or subject and action, which makes a meaningful sentence. The idea is conveyed meaningfully without any object. ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അതിനകത്തൊരു അർത്ഥതലം വരുന്നുണ്ട് സെന്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ആ സെന്റൻസിൽ നമുക്ക് സബ്ജക്ട്, വെർബ്, പ്രിപ്പോസിഷണൽ ഫ്രേസസ്, ആഡ് വെർബ്സ് ഒക്കെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരേ വെർബ് തന്നെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. We will eat the sandwiches. We subject, will eat action. The sandwiches, what is he going to eat? What they will eat? Sandwiches.
Okay, so for the question what, there is an answer. So it is a transitive sentence. We will eat in the park. We will eat what? No, there is nothing in that. Instead of an object, here in this sentence, only a prepositional phrase is given there. ഇത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റും ആക്ഷനും കഴിഞ്ഞിട്ട് പ്രെഡിക്കേറ്റും കഴിഞ്ഞിട്ട് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പൊ ചില ആക്ഷനുകൾ we can be used they can be used as transitive sentence as well as intransitive sentence. ഒരേ വെർബ് തന്നെ നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ടും ഇൻട്രാൻസിറ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാർ ഇത് പറഞ്ഞതെന്ന് ആലോചിക്കരുത്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് she speaks English. അപ്പോൾ ഇവിടെ ഈ സെന്റൻസിൽ നമുക്ക് ഒരു ആക്റ്റീവ് വോയിസ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസ് എന്ന് പാസീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. നേരെ നമ്മൾ 3 സ്റ്റെപ്പുകൾ അനുസരിച്ച് അത് അതിന്റെ പാസീവ് ആകും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ she slept, അവൾ ഉറങ്ങി. It makes sense, but can we make it into passive this sentence? നമുക്ക് ഇതിനെ പാസീവ് ആക്കാൻ പറ്റുമോ? സബ്ജക്റ്റ് ഉണ്ട് പ്രെഡിക്കേറ്റും ഉണ്ട്. We can make she laughs at the joke. നമുക്ക് പാസീവ് ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. So usually we say that there is no passive form for intransitive verb, but there are some exceptions. അപ്പൊ അതെല്ലാം എടുക്കുന്ന സമയത്ത് സെക്ഷൻ വോയിസ് നമ്മൾ എടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് ട്രാൻസിറ്റീവ് വെർബ്, വാട്ട് ഈസ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഇത് കേട്ടിട്ട് മനസ്സിലായില്ല എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എടുക്കുമ്പോൾ എന്താണ് ട്രാൻസിറ്റീവ് വെർബ്, എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നുള്ളത് ഞാനിവിടെ പരാമർശിച്ചു പോകുന്നത്.